ഹല്ല ഗൈസ്, ഉച്ചയ്ക്ക് ചുമ്മാ ഇരുന്ന് റീലും തോണ്ടിയിരിക്കവേ ഷടപടോ എന്നൊരു സൗണ്ട് പുറത്തുനിന്ന്. എൻ്റെ അമ്മോ, ഇതെന്ത് കഥ എന്ന് ആലോചിച്ച് ഓടിച്ചാടി പുറത്ത് വന്ന് നോക്കുമ്പോൾ ദേണ്ടേ ഞങ്ങളുടെ മാവ് മുഴുവനായിട്ട് അങ്ങോട്ട് താഴോട്ട് വീണിരിക്കുന്നു. ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു? ഇത് നോക്ക്, ഇവിടെ ഇങ്ങനെ ചീന്തിയിട്ടാണ് ഈ മാവ് വീണത്. ഇതിപ്പോൾ ആരോ മുറിച്ചിട്ട പോലെ, അതും രണ്ട് കൊമ്പും മുറിഞ്ഞ് വീണിട്ടുണ്ടേ. അമ്മ പറയണത് ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു, ആ മാങ്ങയുടെ കരം കൊണ്ടാണ് മാവ് വീണെന്നാണ്. പണ്ടൊക്കെ ഞാൻ എന്നും പല്ലേക്കുമ്പോൾ പുറത്തു കൂടെ നടന്ന് മാവിൻ്റെയും പ്ലാവിൻ്റെയും ചക്കേൻ്റെയും ഒക്കെ കണക്കെടുത്തിട്ടായിരുന്നു പല്ലേക്കാറ്. നഴ്സിങ്ങിന് പോയി തുടങ്ങിയപ്പോഴാണ് ആ പല്ലേപ്പ് വാഷ് ബേസിലേക്ക് മാത്രമായിട്ട് അങ്ങോട്ട് ഒതുങ്ങിയത്. എന്നിരുന്നാലും ലീവുള്ള ദിവസമൊന്നും ഞാൻ വെറുതെ വിടാറില്ല. അങ്ങനെ ഈ മാവിനെ നോക്കി ഞാൻ എന്തോരോ സ്വപ്നം കണ്ടതാണ് നിങ്ങൾക്കറിയോ. ഇത് പൂക്കുന്നതും കഴിക്കുന്നതും ഈ മാങ്ങകൾ പഴുക്കുന്നതും എന്തിന് ഇന്നൊരു ലീവുള്ള ദിവസമായിരുന്നു. ഞാൻ ഇന്ന് കൂടി ഈ മാവിന്മേൽ നോക്കിയിട്ട് ഒരു പച്ചമാങ്ങ കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചായിരുന്നു. അതിപ്പോൾ മാവോട് കൂടി താഴ്ത്തെത്തുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 2 കല്ലെടുത്ത് എറിഞ്ഞായിരുന്നു, അത് വേറെ കാര്യം. കുന്നോളം മോഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കുന്നിക്കുരുവോളം മോഹിച്ചപ്പോൾ എനിക്കിതേ കുന്നോളം അങ്ങോട്ട് വന്നിരിക്കുന്നു. ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ഈ മാങ്ങകൾ കാണുമ്പോൾ എനിക്ക് സങ്കടമാവുക. നല്ല ചേലമാങ്ങ കേട്ടോ, നല്ലൊരു മണമുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കുറച്ചൊക്കെ തിന്നു, പക്ഷെ ഓവർ തിന്നാനും പാടാം. ഇത് മാങ്ങകളല്ല, എൻ്റെ കൊഴിഞ്ഞു പോയ സ്വപ്നങ്ങളാണ് ഗൈസ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, സ്വപ്നങ്ങളൊക്കെ ഓരോ കവറിലാക്കി അടുത്ത വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ബാക്കി ഞങ്ങൾ 5-6 വിട്ടു.